നമസ്കാരം. മലയാള സിനിമാ ഗാനശാഖയിൽ സാഹിത്യഭംഗി കൊണ്ട് മികച്ചു നിൽക്കുന്ന ഒരുപടി ഗാനങ്ങൾ ഉണ്ട്. അത്തരത്തിൽ എന്നെ ആവേശം കൊള്ളിച്ച അത്ഭുതപ്പെടുത്തിയ കുറേയധികം ഗാനങ്ങളുണ്ട്. അതിലൊന്നാണ് പൂവച്ചൽ ഖാദർ രചിച്ച് KV മഹാദേവൻ സംഗീതം നൽകിയ കായലും കയറും എന്ന സിനിമയിലെ യേശുദാസ് പാടിയിട്ടുള്ള ശരരാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു എന്ന മനോഹരമായ ഗാനം. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനോഹരമായ രണ്ട് ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒന്ന്, ശരറാന്തൽ തിരിതാഴ്ത്തി മുകിലിന് കുടിലിൽ മൂവന്തി പെണ്ണ് ഉറങ്ങാൻ കിടക്കുകയാണ്. ആരാണ് പെണ്ണ്? പ്രകൃതിയെ മനുഷ്യഭാവം നൽകി കവികൾ കവിതയിൽ ആവിഷ്കരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ആവിഷ്കാരമാണ് ശരറാന്തൽ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ശരറാന്തൽ ഉപയോഗിക്കുമായിരുന്നു. ഉള്ള അലങ്കാരപ്പണികളോടുകൂടി ചില്ലിട്ട ചെറിയ വെളിച്ചമാണ്, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വെളിച്ചവുമാണത്. പിന്നീട് ശരറാന്തലിന് പകരം ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ശരറാന്തൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശരറാന്തൽ തിരി താണു, സൂര്യൻ അസ്തമിച്ചു. മുകിലാകുന്ന കുടിൽ, മുകിൽ മേഘമാണ്, മേഘമാകുന്ന കുടിലിൻ്റെ കീഴിൽ ആരാണ് ഉറങ്ങാൻ കിടക്കുന്നത്? മൂവന്തിയാണ്. മൂവന്തി സന്ധ്യാസമയം. അപ്പോൾ സന്ധ്യയാകുന്ന പെണ്ണ് ഉറങ്ങാൻ കിടന്നിരിക്കുന്നു സന്ധ്യയ്ക്ക്. ശരറാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. എത്ര മനോഹരമായ ഒരു ഭാവനയാണത്, എത്ര മനോഹരമായ ഒരു കൽപ്പനയാലോ ഒരു ഭാവനയാണത്, അല്ല കൽപ്പനയാണത്. അടുത്ത വരി, മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. വരികില്ലേ നീ എന്നാണ് കവി ചോദിക്കുന്നത്. ആരോടാണ് കവി ചോദിക്കുന്നത്? അല്ലെങ്കിൽ ആരോടാണ് കാമുകൻ ചോദിക്കുന്നത്? ഇത് സിനിമയിൽ അഭിനയിക്കുന്നത് മോഹൻ ശർമ്മയും ജയഭാരതിയുമാണ് രംഗത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ കാമുക ഹൃദയം തുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കാമുകിയോട് കാമുകൻ ചോദിക്കുകയാണ് മകരമാസ കുളിര്. ആ മകരമാസ കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ. ഇവിടെ അവൾ ആരാണ്? ജയഭാരതിയോ നായികയോ അല്ല, മറിച്ച് പ്രകൃതിയാണ്. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. അപ്പോൾ കുളിര് വരുമ്പോൾ ചൂടുള്ളിടത്തോട്ട് എത്തിച്ചേരും. ആ കാമുകൻ്റെ ഹൃദയവും കാമുകിയുടെ ഹൃദയവും ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. മകരമാസത്തിലെ കുളിരിൽ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാൻ, അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. ആ ഉണർന്നിരിക്കുന്ന അവിടേക്ക് അലയോ കാമുകി നീ വരികില്ലേ എന്ന് കാമുകൻ ചോദിക്കുകയാണ്. അലയുടെ കൈകൾ കരുതും തരിവള അണിയാൻ വരികില്ലേ. അലയുടെ കൈകൾ കരുതും തരിവള അണിയാൻ വരികില്ല. അടുത്ത വരിക. അല എന്ന് പറഞ്ഞാൽ കായലിലെ, സിനിമയുടെ പേര് തന്നെ കായലും കയറുമെന്ന, കായലിലെ ചെറിയ ഓളത്തിനാണ് അല എന്ന് പറയുന്നത്. അല ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ ചെറിയ പതകൾ വന്നിട്ട് അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കരയോട് ചേർന്ന് നിൽക്കും. അലയുടെ കൈകൾ കരുതി വച്ചിരിക്കുകയാണ് എന്ത്? തരിവള. ആ തരിവള ആർക്കുള്ളതാണ്? കാമുകിക്കുള്ളതാണ്. അലയുടെ കൈകൾ കരുതും തരിവള അണിയാൻ നീ വരികില്ലേ എന്നൊരു ചോദ്യമാണ് കാമുകൻ കാമുകിയോട് ചോദിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷം മുഴുവൻ സൗന്ദര്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഭംഗി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെയോ ആ അന്തരീക്ഷത്തിൽ ഞാൻ നിനക്കായിട്ട് ഒരു കരിവള കയ്യിൽ വച്ചിരിക്കുകയാണ്. അത് ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കായലിലെ കുഞ്ഞുകുളങ്ങൾ ഇങ്ങനെ ഞൊറിഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കായലിലെ കുഞ്ഞുകുളങ്ങൾ കരുതി വച്ചിരിക്കുന്ന ആ കരിവള അല്ലെങ്കിൽ കരിവളയേക്കാൾ കൂടുതൽ ഭംഗി തരിവളയാണ്. കവി ഉപയോഗിച്ചിരിക്കുന്ന തരിവളയാണ്. കരിവളയ്ക്ക് കറുത്ത വള എന്നർത്ഥം. ഇത് കായലിലെ പതകളൊക്കെ അണിഞ്ഞിട്ടുള്ള മനോഹരമായ വള എന്നർത്ഥം. അത് അണിയാനായിട്ട് ഇന്ന് ഇവരില്ലേ. ഇനി അതിൻ്റെ അടുത്ത വരി, അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളിൽ.
അലർവിടർന്ന മടിയിൽ അവളുടെ അടിഞ്ഞ വാർമുടി ചുരുളിൽ ഒളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളിർത്തു നിൽക്കുന്നു. അലർവിടർന്ന മടി, അലർന്ന് പറഞ്ഞാൽ പൂവെന്ന അർത്ഥം, പൂവ് പോലെ മനോഹരമായ എന്നർത്ഥമെടുത്താൽ മതി. അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളിൽ ഒളിക്കുവാൻ. ആ മുടിയൊക്കെ ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്ന മനോഹരമായൊരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ആ അവളെന്ന് പറഞ്ഞാൽ കാമുകിയല്ല, മറിച്ച് ആ പ്രകൃതിയാണ്, ആ സന്ധ്യാസമയമാണ്. ആ സന്ധ്യാസമയത്തിന് രാത്രിയുടെ ഭംഗി മുഴുവനുണ്ട്. അതിങ്ങനെ വിടർന്ന് മുടിയഴിച്ചിട്ടിരിക്കുന്ന സുന്ദരിയായൊരു പെണ്ണിനെ പോലെ അവൾ. അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളിൽ ഒളിക്കുവാൻ ഒരു തോന്നൽ. എപ്പോഴാണ് ആ തോന്നൽ? രാവിൽ കിളിർത്ത് നിൽക്കുന്നു, രാത്രിയിലാണ്. അപ്പോൾ വിരഹവേദനയോടുകൂടി നിൽക്കുന്ന കാമുകൻ തൻ്റെ മനസ്സിലുണ്ടായ വിരഹം മുഴുവൻ സൗന്ദര്യാത്മകമായി ബിംബവൽക്കരിച്ചുകൊണ്ട് ഈ കവിതയിൽ അല്ലെങ്കിൽ സിനിമാ പാട്ടിൽ അവതരിക്കുക. രാത്രിയിൽ ഏകാഗിയായിരിക്കുന്ന കാമുകൻ, പ്രകൃതിയുടെ മനോഹര രംഗങ്ങൾ, പ്രണയം തുടിപ്പിക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് ആ കാമുകിയോട് സൂചിപ്പിക്കുകയാണ്. നോക്കൂ, അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളിൽ ഒളിക്കുവാൻ ഒരു തോന്നൽ, ഒരു തോന്നലേ ഉള്ളൂ. രാവിൽ കിളിർത്ത് നിൽക്കുന്നു, പിന്നെ കേൾക്കില്ലേ നീ, അത് നീ കേൾക്കില്ലേ, അത് നീ കേൾക്കില്ലേ എന്നുള്ള ചോദ്യം കാമുകിയോടാണ്. അത് നീ കേൾക്കില്ലേ, കേൾക്കില്ലേ നീ, കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ. ആ കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം, കര എന്ന് പറഞ്ഞാൽ കാമുകനാണ് ഇവിടെ. ആ കാമുകനെ അന്വേഷിച്ച് വരുന്ന തിരമാല കാമുകിയാണ്. ആ കടലും കരയും തമ്മിൽ ചേരുമ്പോൾ, സംഗമിക്കുമ്പോൾ, ആ കടലും തിരമാലയും തമ്മിൽ സംഗമിക്കുമ്പോൾ ഒരു സംഗീതമുണ്ട്. ആ സംഗീതം നീ കേൾക്കുന്നില്ലേ എന്നാണ് കാമുകൻ കാമുകിയോട് ചോദിക്കുന്നത്. കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനങ്ങൾ കരയുടെ നെഞ്ചിലേക്ക് വന്ന് പടരുകയാണ്. ആളിപ്പടരുകയാണെന്ന് പറയാറില്ല, അതുപോലെ പുണരുകയാണ്. ആരാണ് ഇവിടെ പുണരുന്നത്? തിരയാണ് പുണരുന്നത്. കാമുകൻ കര, തിര പുണരാൻ വരുന്നു. ആ തിര കാമുകിയാണ്. ആ കാമുകിയുടെ ആ പുണരാൻ വരുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ, ഒരു സംഗീതം. കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം, തിരയ്ക്ക് സംഗീതമുണ്ട്. ആ തിരയുടെ ഗാനം നീ കേൾക്കില്ലേ, അതുകൊണ്ട് നീ എൻ്റെ അരികിലേക്ക് വരില്ലേ എന്നാണ് കാമുകൻ ചോദിക്കുന്നത്. ചരറാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ മൂവന്തിപ്പെണ്ണ് ഉറങ്ങാൻ കിടന്നു. എത്ര സുന്ദരമായൊരു സിനിമാഗാനം. വീണ്ടും നമുക്ക് സാഹിത്യഭംഗിയുള്ള സിനിമാ പാട്ടുകളുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.